ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുക നമ്മുടെ വൈജയന്തി അത് രാവിലെ എണീറ്റ് വരികയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലൊന്നും തട്ടുകയാണ്. അപ്പോൾ ഡോറ് തുറക്കുകയാണ്. അപ്പോൾ അലീനെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നീ ഇതുവരെ ഇറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ഇറങ്ങി നിൽക്കുകയാണ് മാഡം എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയണം അവൾ അത് രാവിലെ എണീറ്റെന്ന് പറയുകയാണ്. അമ്മ എന്തിനാണ് ഇത്ര നേരത്തെ എണീറ്റത്, അമ്മ കിടന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അവളിന്ന് പോവുകയില്ല, അതുകൊണ്ടാണ് ഞാനും കൂടെ എണീറ്റതെന്നൊക്കെ പറയുകയാണ്. അവൾ 4 മണിക്ക് എണീറ്റെന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയുകയാണ് അതേ മേഡം, ഞാൻ രാവിലെ തന്നെ എണീറ്റ് രാവിലത്തേക്കുള്ള കാപ്പിയും ഉച്ചത്തെ ഭക്ഷണം എല്ലാം ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കാൻ നിന്നോട് പറഞ്ഞു എന്ന് വൈജയന്തി ചോദിക്കുകയാണ്. ആരും എന്നോടൊന്നും പറഞ്ഞില്ല, എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറയണം. കൂടുതൽ വർത്താനമൊന്നും പറയേണ്ട, നീ ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് പറയണം, നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ എനിക്കൊരു മനസ്സമാനം ഉള്ളതെന്ന് പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ചെന്ന് അലീന യാത്രയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശിക്ക് ഇപ്പോൾ പഴയ ഞാൻ വന്ന സമയത്തുള്ള പോലെ അല്ല കേട്ടോ, ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിയെ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ മാഡത്തിനോട് പറയുകയാണ്. അതൊക്കെ എനിക്കറിയാം, നീ നിൻ്റെ കാര്യം നോക്കി ഇത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് അലീന യാത്ര പറയുകയാണ്. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമാണ്. കാരണം തൻ്റെ ബന്ധുക്കളാണ് ഇതൊക്കെ, താൻ ഇത്രയും നാൾ കാണാതിരുന്ന് തനിക്ക് കാണാൻ കിട്ടിയ തൻ്റെ ബന്ധുക്കളാണ് മുത്തശ്ശിയും തൻ്റെ അമ്മയും തൻ്റെ സഹോദരങ്ങളാണ് ഈ വീട്ടിലുള്ളതെന്നുള്ള സത്യം അലീന മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്തു അലീന. പക്ഷേ ജയന്തിക്ക് തൻ്റെ മേലുള്ള സമീപനമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് താൻ ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നതെന്ന് അലീന ചിന്തിക്കുകയാണ്. എന്നിട്ട് വൈജയന്തി അലീനയെ കൂട്ടി നേരെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ഡോറ് താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണ്, തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് ഇവിടെ വെച്ച് താക്കോൽ എന്ത് ചെയ്തിടേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല മാഡം, ഞാൻ ഇന്നലെ രാത്രി പൂട്ടിയിട്ട് അതിൽ തന്നെ വെച്ചതാണല്ലോ എന്ന് ചോദിക്കണം. അപ്പോൾ സ്പെയർ കീ ഇല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ സ്പെയർ കീ വൈജയന്തി അവിടെയൊക്കെ നോക്കുകയാണ്, മേശക്കകത്തൊക്കെ, പക്ഷേ ഒരിടവും കിട്ടുന്നില്ല. അപ്പോൾ ഇതെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന പോലെ വൈജയന്തി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സ്പെയർ കീ നോക്കാനായിട്ട് പറയുകയാണ്. അത് ബാലചന്ദ്രൻ്റെ കയ്യിലാണെന്ന് വൈജയന്തി പറയുകയാണ്. എന്നിട്ട് നേരെ ചെന്ന് വൈജയന്തി ബാക്കിലെ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതും പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി കാര്യം പിടികിട്ടും, ഇത് ബാലചന്ദ്രൻ്റെ കളി തന്നെയായിരിക്കും, കാരണം അലീന പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓഹോ, അപ്പോൾ നീ നിൻ്റെ സാറും കൂടെ ചേർന്ന് കളിച്ചതാണല്ലേ, ഈ കളിയൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളെന്ന് വൈജയന്തി പറയുകയാണ്. ഇത് ഞാൻ എങ്ങനെയായാലും ഈ പദ്ധതി ഞാൻ പൊളിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ മാഡം എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല താക്കോൽ എന്ത് ചെയ്തെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ കതവ് പൂട്ടിയെന്ന് പറഞ്ഞ് എനിക്കിവിടെ താമസിക്കാൻ പറ്റുമെന്നൊക്കെ അലീന ചോദിക്കുകയാണ്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ബാലചന്ദ്രനോട് ചെന്ന് ചാവി ചോദിക്കാനായിട്ട് പറയുകയാണ്. അയ്യോ മാഡം, ഞാൻ ചോദിച്ച സാറ് തരത്തില്ല, ഞാൻ ഇനി സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുകയാണ്. ഞാൻ ഇനി പോയ എന്നെ സാറ് വിടത്തില്ല, നീ വിടാത്ത കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ചെന്ന് കീ ചോദിക്കുക, ഇവിടെ പുറത്തോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയണം. അപ്പോൾ അലീന തീർത്ത് പറയുകയാണ് ഇല്ല മാഡം, എനിക്ക് അതിന് സാധിക്കില്ല എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന കൈതക്കൽ തറവാടാണ്. അപ്പോൾ നമ്മുടെ മനു രാവിലേക്ക് എണീറ്റ് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയം രാജി അവിടേക്ക് വരികയാണ്. ചായയൊക്കെ കുടിച്ചുകൊണ്ട് നീ ചായ കുടിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ഇല്ല എന്ന് പറയുന്ന ഉടൻ തന്നെ കമലേട്ടത്തിയോട് വിളിക്കുകയാണ്, ഒരു ചായ മനുവിന് കൊണ്ട് കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമല ചായ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ചായ സൂപ്പറാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇതുപോലെ ചായ പിന്നെ കിട്ടണമെങ്കിൽ നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിൽ കിട്ടത്തുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് രാജുവിനൊരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുകയാണ്, അത് വേറെ ആരുമല്ല വൈജയന്തി ആയിരുന്നു. അപ്പോൾ വൈജയന്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അലീനെ വിടാതിരിക്കാൻ വേണ്ടി ബാലചന്ദ്രൻ ഫ്രണ്ടിലെയും ബാക്കിലെയും ഡോറ് പൂട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വൈജയന്തി ചോദിക്കുക, ഇയാൾക്ക് എന്താ വട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ താക്കോൽ ചെന്ന് അവളോട് ചോദിക്കാൻ പറയാനൊക്കെ രാജീവ് പറയുകയാണ്. അവൾ സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. അവൾ നിർബന്ധിച്ച് നീ വിടെന്ന് രാജീവ് പറയുകയാണ്. ഇത് എന്താണ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ മനു ചോദിക്കണം എന്ത് പറ്റി അങ്കിളെ, കഥവെല്ലാം പൂട്ടിയിട്ടും ചോദിക്കണം. അതേ ബാലചന്ദ്രൻ കഥവെല്ലാം പൂട്ടി എടുത്തിരിക്കുകയാണ്, അലീനയ്ക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണ് വൈജയന്തി വിളിച്ച് പറഞ്ഞതെന്ന് രാജീവ് പറയുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് ഒരു നടക്ക് പോകുന്നതല്ല എന്ന്, അലീന അവിടെ നിന്ന് പോയാലും പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് മനു പറയുകയാണ്. മറ്റെന്തോ ഒന്ന് അടിത്തട്ടിൽ കിടന്ന് ചീഞ്ഞ് നാറുകയാണെന്നൊക്കെ മനു പറയുകയാണ്. അതൊന്നും അല്ല മനു പ്രശ്നം, ഇത് ബാലചന്ദ്രൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്നൊക്കെ പറയുകയാണ്. കതവ് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ JCB കൊണ്ടുവന്ന് അടിച്ച് പൊളിക്കുമെന്ന് രാജീവ് പറയണം. അപ്പോൾ കമലയെ അത് സപ്പോർട്ട് ചെയ്യണം, അത് തന്നെ രാജീവ്, അങ്ങനെ തന്നെ വേണം, അടിച്ച് പൊളിക്കുക തന്നെ ചെയ്യണം, ഇനി ബാലചന്ദ്രനെ ഇങ്ങനെ കയറൂരി വിടാൻ പറ്റില്ലെന്ന് കമലയും പറയുകയാണ്. അപ്പോൾ മനു അമ്മയോട് ദേഷ്യപ്പെടുകയാണ്, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക,
വെറുതെ ഇരുതിയിൽ എണ്ണ ഒഴിക്കരുതെന്നൊക്കെ കമലയോട് പറയുകയാണ്. അപ്പോൾ ആ ദേഷ്യത്തിന് മനു കുടിച്ചുകൊണ്ടിരുന്ന ചായ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വൈജയന്തി അലീനയോട് പറയുകയാണ്, അലീന നീ ഇവിടെ തന്നെ നിൽക്കണം, നീ ഇപ്പോൾ താക്കോൽ വാങ്ങിയിട്ട് എങ്കിലല്ലേ നിനക്ക് പുറത്തിറങ്ങി പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഇല്ല മേഡം ഞാൻ പോവില്ല എന്ന് പറയുകയാണ്. ഞാൻ പോയ ബാലചന്ദ്ര സാർ എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. നീ പോണ കാര്യം പോകാത്ത കാര്യമൊന്നും പറയണ്ട, നീ ആദ്യം കീ വാങ്ങിച്ചിട്ടോ അവിടെ വെളിയിൽ ഇറങ്ങണമെന്ന് പറയുകയാണ്. അങ്ങനെ അലീന കീ വാങ്ങാനായിട്ട് ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ കഥയിൽ തട്ടുമ്പോൾ ബാലചന്ദ്രൻ വരൂ അകത്തോട്ട് വരുമെന്ന് പറയുകയാണ്. നീയാണോ എന്താ ഇന്ന് രാവിലെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണ് സാർ, ഇനി എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അതിന് ഞാൻ നിന്നെ പിരിച്ചു വിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. ഇവിടെ ശമ്പളം ചെന്ന് നിന്നെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ഞാനാണ്, എൻ്റെ അനുവാദം ഇല്ലാതെ നീ എവിടെയാണ് പോകുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് മാഡത്തിനോ മുത്തശ്ശിക്കോ ഇവിടുത്തെ മക്കൾക്കോ ഒന്നും ഇഷ്ടമല്ല, ഞാൻ പിന്നെ എന്തിനാണ് സാർ ഇവിടെ നിൽക്കുന്നവർ അധികപ്പറ്റായിട്ട്, എനിക്കിവിടെ നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്ന് അലീന പറയുകയാണ്. ഓഹോ നീ നിനക്കപ്പോൾ നിൻ്റെ താല്പര്യത്തിനാണോ നീ നിൽക്കുന്നത്, നിനക്ക് നിൻ്റെ ജോലിയല്ലേ പ്രധാനം, ജോലി ചെയ്യുക ശമ്പളം വാങ്ങിക്കുക, അതാണ് നിൻ്റെ ഉത്തരവാദിത്വം എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എനിക്ക് ഇനി ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് ഉരുകാൻ വയ്യ, ഞാൻ പോവുകയാണെന്ന് അലീന പറയുകയാണ്. ഞാൻ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെയാണ് വന്നത്, പക്ഷേ മുത്തശ്ശി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, മാത്രമല്ല മുത്തശ്ശി എന്നെ പോകാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയണം, മുത്തശ്ശിയല്ല നിന്നെ ഇവിടെ ചിലവിന് തന്ന് നിർത്തിയിരിക്കുന്നത്, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്, മുത്തശ്ശിയല്ല. അവിടെ കമലേട്ടത്തിൻ്റെ ആട്ടും തുപ്പും കേട്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ ഇങ്ങനൊരു മനുഷ്യപ്പറ്റിൻ്റെ പേരിൽ കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നപ്പോൾ അവർക്ക് ഇത്ര അഹങ്കാരമോ, അവരെൻ്റെ ഔദാര്യത്തിലാണ് ഇവിടെ ജീവിക്കുന്നതെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ശരി തന്നെ, എനിക്ക് ഇനി ഈ കുടുംബ പ്രശ്നത്തിൻ്റെ ഇടയിൽ കിടന്ന് ഉരുകാൻ വയ്യ, ഞാൻ എന്നെ പോകാനായിട്ട് അനുവദിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ എങ്കിൽ ശരി നീ പൊയ്ക്കുമെന്ന് പറയുകയാണ്. പിന്നെ താക്കോൽ എവിടെയാണെന്ന് ചോദിക്കണോ, ഞാൻ അതിൻ്റെ കാര്യം വളർന്നു പോയി, ഞാൻ ഇന്നലെ രാത്രി ചെറിയൊരു കുസൃതി കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് താക്കോൽ കൂട്ടെടുത്ത് അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അലീന ഞാൻ പോട്ടെ എന്ന് ചോദിച്ചിട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ ഒരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ ആ ചെയറിലിരുന്ന് ഫോൺ എടുത്തിട്ട് രേവതി കുട്ടി അലീനായിട്ട് സംസാരിച്ചിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ അത് അലീനയ്ക്കും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന സംസാരിക്കുകയാണ്, അപ്പോൾ എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വരികയാണെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ സാർ എന്നെ വിടത്തില്ല, അപ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുത കാണിക്കേണ്ട ആളാണ് അദ്ദേഹം, പക്ഷേ അദ്ദേഹം എന്നെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ അണച്ചു പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. ഇവിടെയുള്ള മക്കൾക്കും എല്ലാവർക്കും എന്നോട് വിരോധമാണെന്നൊക്കെ അലീന രേവതി കുട്ടിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ രേവതി കുട്ടി പറയുകയാണ്, ചേച്ചി അവിടെ നിന്ന് പോണതിന് മുമ്പ് ആ വൈജയന്തി എന്ന് പറഞ്ഞ അവരെ വിളിച്ചു നിർത്തിയിട്ട് രണ്ട് പറയണം, 22 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പെറ്റുതള്ളിയ സന്തതിയാണ് ഞാനെന്നും എന്നെ അന്വേഷിക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു ഇതുവരെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചേച്ചി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാവുള്ളൂ എന്ന് രേവതി കുട്ടി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീന അന്തം വിടുകയാണ്. അയ്യോ സാർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ള രീതിയിൽ അലീന അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്